വ്യാജരേഖകൾ ചമച്ച അവയവക്കടത്ത് നടത്തിയ സംഭവം സംസ്ഥാനത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ഇഡിയും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും പ്രതികളുടെ വീടുകളിലുമാണ് ഇഡി പരിശോധന നടക്കുന്നത്. 5 സ്വകാര്യ ആശുപത്രികളിലാണ് പരിശോധന. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പ്രലോഭിപ്പിച്ച അവയവദാനത്തിന് ഇരയാക്കുന്നുവെന്ന പരാതിക്ക് പിന്നാലെയാണ് ഈ പരിശോധന നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇഡിയുടെ പരിശോധന 6 മണിക്ക് ആരംഭിച്ചതാണ്. അവസാനിച്ചോ അതോ തുടരുകയാണോ? ഒപ്പം നിർണായകമായ ചില വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? നവമി, ചിലയിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. കൊച്ചിയിൽ ഏതാണ്ട് 3ഓളം ആശുപത്രികൾ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് 5-6 ആശുപത്രികളിലാണ് പരിശോധന നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു കാരണത്തിലേക്ക് വരുന്നത് പ്രധാനമായും 2011 മുതൽ 16 വരെ നടത്തിയ അവയവ മാറ്റ ശസ്ത്രക്രിയകൾ സംബന്ധിച്ചാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത് എന്നാണ്. ഇതിനൊരു പ്രധാന കാരണം നമുക്കറിയാം, ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു അവയവ റാക്കറ്റ് സംബന്ധിയായ കാര്യങ്ങൾ. അതിൽ പിടിയിലായ നജീബിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇവർ നിരവധിയായ ആളുകളിൽ നിന്ന് ഈ അവയവ കൈമാറ്റത്തിൻ്റെ ഇടനിലക്കാരായി വർത്തിക്കുകയും ഇവരിൽ നിന്ന് വലിയ തുക ഈ ഇടപാടുകാരിൽ നിന്ന് ഈ അവയവം സ്വീകരിക്കുന്നവരിൽ നിന്ന് സ്വീകരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പ്രധാനമായും നടന്നിരുന്നത്. സംസ്ഥാന പോലീസ് പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് ഇത് അന്വേഷണം നടന്നു വരികയായിരുന്നു. അതിനിടയിൽ ഇഡിയും ആദ്യഘട്ടത്തിലേക്ക് അന്വേഷണത്തിൽ വന്നിരുന്നു. ഇവരുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ അവയവ കൈമാറ്റത്തിന് അല്ലെങ്കിൽ അവയവ ശസ്ത്രക്രിയകൾക്കൊക്കെ പ്രത്യേക അനുമതിയെല്ലാം വാങ്ങേണ്ട ആശുപത്രികളുണ്ട്. ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു തുക ഇവർക്ക് കൈമാറ്റം ചെയ്തിരുന്നു. നജീബിന് അടക്കം കൈമാറ്റം ചെയ്തതായിട്ടൊക്കെ കണ്ടെത്തിയിരുന്നു തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇത് എന്തിനാണ്, എങ്ങനെയാണ് എന്നതാണ് അന്വേഷിച്ച് വന്നിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായ 2ാം ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ ആശുപത്രികളിൽ നേരിട്ട് പരിശോധന നടത്താൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിക്കുകയും ഇപ്പോൾ ആ പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത്. ഇതിൽ വിവിധ രേഖകൾ അടക്കം കണ്ടെടുത്തിട്ടുണ്ട്. ആശുപത്രി വൃത്തങ്ങൾ പലരും വ്യക്തമാക്കുന്നത് ഇത് തങ്ങൾ നിയമാനുസൃതം മാത്രമാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ മാത്രമേ അവയവ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളൂ എന്നതാണ് ആശുപത്രികൾ സമർത്ഥിക്കുന്നത്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ കണ്ടെത്തിയത് വ്യാജ നിർമ്മാണം, ഈ അനുമതി പത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യാജ നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധികളുടെ അടക്കമുള്ള സമ്മതപത്രങ്ങൾ ഇവർ വ്യാജമായി നിർമ്മിച്ചു. മറ്റ് ഏജൻസികളുടെയും ഇത് നിരവധിയായ കടമ്പകൾ കടന്നു വേണം ഒരു അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. അപ്പോൾ ഇതിനു വേണ്ട രേഖകളെല്ലാം ഇവർ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത്. പക്ഷേ അത് തിരിച്ചറിയാനായിട്ട് ഈ ആശുപത്രികൾക്ക് കഴിഞ്ഞു എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ഇനിയിപ്പോഴുള്ള ഇഡിയുടേതായ അന്വേഷണം അടക്കം ഇക്കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇഡി ഇവരിലേക്ക് വന്നിട്ടുള്ള ഈ സാമ്പത്തിക സ്രോതസ് ഇതെന്താണ്, എങ്ങനെയാണ് ഒരാളിലേക്ക് ഇത്രമാത്രം ഫണ്ട് വരാനുള്ള സാഹചര്യം, ഇവർ എന്ത് കാര്യങ്ങളാണ് ഇത് ചെയ്തു കൊടുത്തതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വിദേശികളടക്കം ഈ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ വന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടുകയാണ്. ഏതായാലും അക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടന്നു വരികയാണ്. ഇഡിയുടെ പരിശോധന പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പേരെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ഈ നജീബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. മറ്റുള്ള പ്രതികളെല്ലാം ഈ കേസിൽ ഈ വ്യാജരേഖകൾ നിർമ്മിച്ച് നൽകുന്നവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായവരാണ്. അപ്പോൾ നജീബാണ് ഇതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയാവുന്നത്. ഇയാളെ തേടി അന്വേഷണ സംഘം ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഇയാൾക്ക് പിന്നീട് അങ്ങോട്ട് ഈ കേസിൽ ഒരു മെല്ലെപ്പോക്കാണ് സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. കൂടുതൽ അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഇഡി കൂടി ഈ കേസിലേക്ക് സജീവമായി ഇടപെട്ടുകൊണ്ട് ആശുപത്രികളിലേക്ക് പരിശോധനയിലേക്ക് കടന്നതോടുകൂടി വീണ്ടും ഈ കേസ് സജീവമാകുകയാണ്. ഇഡിയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ പണം ധാരാളമായിട്ട് തന്നെ വിവിധ ആശുപത്രികളിൽ നിന്ന് നജീബിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് എന്ത് കാര്യത്തിനെന്ന് ഇനി ആശുപത്രി അധികൃതർ വിശദീകരിക്കേണ്ടി വരും. ഈ കാലയളവിൽ 2011 മുതൽ
16 വരെയുള്ള കാലയളവിൽ സ്വകാര്യ ആശുപത്രികൾ, സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രം ഏതാണ്ട് 7800-ലധികം ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. കരൾ മാറ്റിവെക്കൽ 2500-ഓളം ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. അതേസമയം സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അത് 500-ൽ താഴെയാണ് ഈ രീതിയിലേക്ക് കണക്കുകളുള്ളത്. അപ്പോൾ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് അവയവമാറ്റ ശസ്ത്രക്രിയക്ക് അനുമതിയുള്ള സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇത്തരം സർജറി ശസ്ത്രക്രിയകൾ നടന്നിരിക്കുന്നു എന്നതാണ് ഒരു വിലയിരുത്തലുള്ളത്. അതിൽ നിയമപ്രശ്നങ്ങളില്ല. പക്ഷേ അനധികൃതമായി ഏതെങ്കിലും രീതിയിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. അനുമതിയില്ലാത്ത ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. എങ്കിൽ ഈ നജീബിന് എന്തുകൊണ്ട് പണം നൽകേണ്ടി വന്നു എന്നതും ദുരൂഹമായി തുടരുകയാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ഇഡിയും പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റെയ്ഡ് പരിശോധനകൾ അവസാനിച്ചിട്ടില്ല, ചിലയിടങ്ങളിൽ അത് തുടരുകയാണ്. നവമി. ഡാനി, ഒരു കാര്യം കൂടി നമുക്കറിയാം, നേരത്തെ നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിലടക്കം അന്ന് റൂറൽ പരിധിയിൽ ഇത് അന്വേഷണം നടന്നതാണ്. അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഈ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പ്രധാനപ്പെട്ട ആശുപത്രികൾ, അന്നും പേര് പുറത്തുവിട്ടിരുന്നില്ല, ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള വ്യാജ അവയവക്കടത്ത് അല്ലെങ്കിൽ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സർജറികൾ നടക്കുന്നു, അത് ചില ഡോക്ടർമാർ ഒത്താശ നിൽക്കുന്നു എന്ന ഒരു സംശയം അന്ന് പ്രകടിപ്പിച്ചു. പിന്നീട് അന്വേഷണം പാതി വഴിയിൽ നിൽക്കുന്ന സാഹചര്യം. ഈ അവയവക്കടത്തിൽ പോലും അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു, സമാനമായിട്ടുള്ള നിരീക്ഷണം നടത്തുകയും ചെയ്തു. ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഇഡിയുടെ റെയ്ഡുമായി കൂട്ടിവായിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതുകൊണ്ട് മാത്രം തന്നെ ആയിരിക്കില്ലേ ഇഡി ഇത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത്? പ്രത്യേകിച്ച് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രികളിലേക്ക് തന്നെ ഈ ഒരു അന്വേഷണം പുരോഗമിക്കുമ്പോൾ, അതും ലേക്ക് ഷോർ എന്ന ആശുപത്രിക്കെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയ നിഴലിൽ നിൽക്കുന്ന ഒരു ആശുപത്രിയും കൂടി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കതിനെ ചേർത്ത് വായിക്കാൻ കഴിയില്ലേ? ഏതായാലും പരിശോധനകൾ തുടരുകയാണ്. കാരണം ഇതിൽ നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയ വസ്തുതകളുണ്ട്. ആ വസ്തുതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പരിശോധനകൾ തുടരുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ അത് നടന്നിട്ടുണ്ടോ എന്നതാണ് കൂടുതലായും തന്നെ പരിശോധിക്കുന്നത്. കാരണം ഈ രീതിയിൽ പണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ളതാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, അങ്ങനെ ഒരു സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഒരു പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയാണ്. അത്തരം കാര്യങ്ങളാണ് കൂടുതലായും ഇഡി പരിശോധിക്കുന്നത്. ഇപ്പോഴും ഈ അന്വേഷണം ഒരു വഴിക്ക് സംസ്ഥാന പോലീസിൻ്റെതടക്കമുള്ള കാര്യങ്ങളിൽ തുടരുകയാണ്. കാരണം ഇതിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള രീതിയിലുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ആളുകളെ പറഞ്ഞ് പറ്റിച്ച് ഇവരിൽ നിന്ന് അവയവങ്ങൾ സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് പണം നൽകാമെന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് താരതമ്യേന സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്നവരിൽ നിന്നാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ അവരാണ് ഇതിന് വശപ്പെടുന്നത്. ആലപ്പുഴ കേന്ദ്രീകരിച്ച ഈ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില ഇരകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കം നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് പരിശോധിക്കപ്പെടുന്നത്. അത് കൂടുതൽ ഈ അന്വേഷണം, സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം ഇക്കാര്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെല്ലെപ്പോക്കെന്ന രീതിയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി വന്നതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഈ സ്റ്റേറ്റ് പോലീസിൻ്റെ കൂടി അന്വേഷണത്തിലേക്ക് ഇതിന് കടന്നു വന്നേക്കാം. ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ഉടനീളം ഇഡിയുടെ പരിശോധന പുരോഗമിക്കുകയാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇഡി രാവിലെ മുതൽ തന്നെ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.